ഒരു വ്യവസായ സാമ്രാജ്യത്തിന്റെ ഉടമ എന്ന പരിവേഷമല്ല രത്തൻ ടാറ്റയ്ക്ക് ഈ നാട് നൽകുന്നത്. വ്യവസായ സാമ്രാജ്യങ്ങൾ ഓരോന്നായി വെട്ടിപ്പിടിക്കുമ്പോഴും ആ മനുഷ്യസ്നേഹിക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. വ്യവസായ സാമ്രാജ്യങ്ങൾ ഇങ്ങനെ പരന്നു കിടക്കുമ്പോൾ അതിൻ്റെ ഓരം ചേർന്ന് നടക്കാൻ മലയാളികളായ നിരവധി പേർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അത് അവരുടെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതും. കണ്ണൂർ വിഷൻ സ്ഥാപനങ്ങളുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായ KG ജയരാജും ആ ഓരം ചേർന്ന് നടന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ജീവിതത്തിൽ അതുണ്ടാക്കിയ മാറ്റങ്ങൾ പലതുമാണ്. രത്തൻ ടാറ്റയുടെ ബിസിനസ് സാമ്രാജ്യത്തിലൂടെ ജീവിതം മാറിമറിഞ്ഞ നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവരൊക്കെ തന്നെ ഈ വിയോഗത്തിൽ വലിയ സങ്കടത്തിലുമാണ്. എന്താണ് രത്തൻ ടാറ്റ? ഈ ചോദ്യം ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആ മനുഷ്യ സ്നേഹിയുടെ ജീവിതമാണ് ഇന്ന് എല്ലാവരുടെയും ചർച്ചാ വിഷയം. KG ജയരാജ് എന്ന കണ്ണൂർ വിഷൻ സ്ഥാപനങ്ങളുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹവുമായി രത്തൻ ടാറ്റയുമായി നേരിട്ട് ഇടപഴകിയതിൻ്റെ ഒക്കെ കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് വിശദീകരിക്കും. രത്തൻ ടാറ്റ നമ്മുടെ വിട്ട് പിരിഞ്ഞു പോയിരിക്കുകയാണ്. വലിയ സങ്കടത്തിലാണ് നാടാകെ. നമുക്കിടയിൽ ഒരാൾ പോയ സങ്കടത്തോടു കൂടി രത്തൻ ടാറ്റയെ പറ്റി അറിയാത്ത ആളുകൾ പോലും ഉപ്പ് തൊട്ട് വിമാനം വരെ ഉപയോഗിക്കുന്ന ആളുകൾ ഈ ടാറ്റ സാമ്രാജ്യത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുമാണ്. രത്തൻ ടാറ്റയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ഈ സങ്കടം എങ്ങനെയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുക? 2002 ഞാൻ ടാറ്റ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത്. നീണ്ട 15 വർഷം ഞാൻ ടാറ്റ ഗ്രൂപ്പിലെ 2-3 കമ്പനികളിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ജോയിൻ ചെയ്തത് ഡൽഹിയിൽ ടാറ്റ പവർ, അന്ന് ഡൽഹി ഇലക്ട്രിസിറ്റി ബോർഡ് ഷീലാ ദീക്ഷിത് ഗവൺമെൻറ് പ്രൈവറ്റൈസ് ചെയ്യുന്ന സമയത്താണ് ടാറ്റ പവർ അത് ഏറ്റെടുക്കുന്നത്. ആ സമയത്ത് അവിടെ ആ കമ്പനിയുടെ MD PA ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതിനുശേഷം ടാറ്റ ടെലി സർവീസസ് എന്ന് പറയുന്ന പഴയ ടാറ്റ ഇൻഡിക്കോം മൊബൈൽ കമ്പനിയുടെ ഭാഗമായിട്ട് ഞാൻ കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നു. കൊച്ചിയിൽ വർക്ക് ചെയ്തു കുറേ വർഷം. കൊച്ചിക്ക് ശേഷം കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ആയി വന്നു. കോഴിക്കോട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് തിരിച്ചെന്നെ ബോംബെയിലേക്ക് വിളിക്കുന്നത്. തിരിച്ച് ഞാൻ ബോംബെയിൽ പോയ സമയത്താണ് ജപ്പാനിലെ ഡോക്കോമോ എന്ന് പറയുന്ന കമ്പനി, പിന്നീട് നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും 1 പൈസ 1 സെക്കൻഡ് എന്ന് പറഞ്ഞ് വളരെ പ്രസിദ്ധമായ മാർക്കറ്റിൽ, ടെലികോം മാർക്കറ്റിൽ വന്ന ഡോക്കോമോ എന്ന് പറയുന്ന കമ്പനി ടാറ്റ ഗ്രൂപ്പിൽ, ഈ പറയുന്ന ടാറ്റ ടെലി സർവീസസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ 26% ഷെയർ എടുത്തുകൊണ്ട് അതിൽ വലിയൊരു ഇൻവെസ്റ്ററായിട്ട് കടന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ MD ഓഫീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ബോംബെയിലേക്ക് വിളിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ആ ഒരു ഡോക്കോമോ ഡീലിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ അന്ന് എൻ്റെ ബോസിൻ്റെ ബോസായിരുന്നു ശരിക്ക് ശ്രീ രത്തൻ ടാറ്റ എന്ന് പറയുന്ന ആൾ. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹമായിട്ട് പലപ്പോഴും ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്യുന്നതിനും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആ ഒരു വലിയ ഡീലിൻ്റെ 13,200 കോടി രൂപ ജപ്പാൻ കമ്പനി ഇന്ത്യയിലെ ടാറ്റ ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു കോർ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ സമയത്ത് പലപ്പോഴും ശ്രീ ടാറ്റയെ കാണാനും ചില സമയങ്ങളിൽ സംസാരിക്കാനും പല ഡോക്യുമെൻറ്റ്സ് ഒപ്പിടുന്നതിന് വേണ്ടിയിട്ട് ബോംബെ ഹൗസിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോകുന്നതിനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര ഡൗൺ ടു എർത്തായ, ഇത്ര സിമ്പിളായൊരു ബിസിനസ്. ഞാൻ ഇതിനു മുമ്പ് അപ്പോളോ ടയറിൽ MD PA ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. റൺബാക്സി ലബോറട്ടറീസിൽ MD PA ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല സീനിയർ ആയിട്ടുള്ള ഇന്ത്യയിലെ കോർപ്പറേറ്റ് ബിസിനസ് ടൈക്കൂൺസിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. റൺബാക്സിൽ ഡോക്ടർ പർവീന്ദർ സിംഗ് അതിൻ്റെ MD, അതുപോലെ ഇപ്പോഴത്തെ അപ്പോളോ ടയറിൻ്റെ ചെയർമാൻ ഓൻകാർ സിംഗ് കൺവർ, ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ റൺബാക്സി നമ്മുടെ റിലയൻസ് ഗ്രൂപ്പിൽ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പല ബിസിനസ് ഗ്രൂപ്പുകളിലും ഡൽഹിയിലും ബോംബെയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര സിമ്പിളായിട്ടുള്ള, ഇത്ര ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, അതായത് ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയായിട്ട് പോലും ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനെ, ഒരു ബിസിനസ്മാനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അത്രയ്ക്ക് സിമ്പിളായൊരു മനുഷ്യൻ. എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 9/11 സംഭവത്തിൽ ഞാൻ ആ സമയത്ത് ബോംബെയിലുണ്ട്. ആ തീവ്രവാദികൾ ബോംബെ അറ്റാക്ക് ചെയ്ത സമയത്ത് താജ് ഹോട്ടൽ
അറ്റാക്ക് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ മുമ്പിൽ വന്നിട്ട് ആ താജ് ഹോട്ടലിൽ നോക്കി നിൽക്കുന്ന രത്തൻ ടാറ്റയുടെ ഒരു ചിത്രമുണ്ട്. താജിൽ നിന്ന് ഇങ്ങനെ പുക വരുന്നു, അത് നോക്കി നിൽക്കുന്ന ഒരു രത്തൻ ടാറ്റയുടെ ചിത്രം വീക്ക് മാഗസീനിലൊക്കെ വന്നൊരു ചിത്രമാണ്. ആ ചിത്രം ഇപ്പോഴും എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നൊരു ചിത്രമാണ്. കാരണം അത്ര വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർ ഹോട്ടലിനെ നോക്കി വിഷമത്തോടെ നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ ഒരു ചിത്രം എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന ചിത്രമാണ്. അത്രയും സിമ്പിളായിട്ടുള്ള, അത്രയും എന്താ പറയുക, ഡൗൺ ടു എർത്തായിട്ടൊരു മനുഷ്യനെ, ഒരു ബിസിനസ് മാനെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ, ഒരു ബിസിനസ് മാൻ എന്നതിലധികം നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് മാൻ എന്നതിലധികം ഒരു മനുഷ്യസ്നേഹി, അല്ലെങ്കിൽ ഒരു വലിയ ജനസമ്മതിയുള്ള, ഇന്ത്യയിലെ പത്മശ്രീയും പത്മവിഭൂഷണും കിട്ടിയ ഒരു ബിസിനസ് മാൻ, ഒരു വലിയൊരു സാമ്രാജ്യം. ടാറ്റ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ നിന്ന് അടുത്ത തലമുറയ്ക്ക് കൈമാറി വരുന്ന ഒന്നല്ല ടാറ്റ ഗ്രൂപ്പ്. ഒരു ബോർഡ് തീരുമാനിച്ചു, അങ്ങനെയാണ് അടുത്ത ചെയർമാനെയൊക്കെ തീരുമാനിച്ചു വരുന്നത്. ഈ പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്, JRD ടാറ്റയുടെ മകനാണ് രത്തൻ ടാറ്റ എന്നൊക്കെ. അങ്ങനെയല്ല, അത് ബോർഡിൻ്റെ തീരുമാനത്തിലൂടെ കടന്നു വരുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ ടാറ്റ ഗ്രൂപ്പിനെ ഇന്ന് കാണുന്ന ടാറ്റ ഗ്രൂപ്പ് ആക്കിയതിൽ JRD ടാറ്റ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിരിക്കുന്ന ഒരാൾ, ഒരു ഗ്ലോബൽ കോൺഗ്ലോമറേറ്റ് ആക്കി ടാറ്റ ഗ്രൂപ്പിനെ മാറ്റിയിരിക്കുന്ന ഒരാൾ രത്തൻ ടാറ്റ തന്നെയാണ്. അപ്പോൾ അത്രയും വലിയൊരു ബിസിനസ് മാഗ്നറ്റ് കടന്നു പോകുന്നു, അത്രയും വലിയൊരു ബിസിനസ് ടൈക്കൂൺ കടന്നു പോകുമ്പോൾ, ഒരു ബിസിനസ് ടൈക്കൂൺ എന്നതിലധികം, ഒരു ബിസിനസ് മാഗ്നറ്റ് എന്നതിലധികം വളരെ വലിയ മനുഷ്യസ്നേഹിയായ ഒരാൾ, ബിസിനസ്സിൽ അത്രയധികം എത്തിക്സ് ഉള്ള, പലർക്കും അറിയോ എന്നറിയില്ല, മദ്യം അതുപോലെയുള്ള ടുബാക്കോ പോലെയുള്ള ബിസിനസ്സുകളിലേക്ക് എത്ര ലാഭം ഉണ്ടായാലും കടക്കില്ല എന്ന് എത്തിക്കലി തീരുമാനിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ടാറ്റ ഗ്രൂപ്പ്. അതുപോലെ സ്വന്തം നെറ്റ് പ്രോഫിറ്റിൻ്റെ 60% ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ബിസിനസ് സാമ്രാജ്യം എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പാണ്. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സുരക്ഷ, അതുപോലെ പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇതുപോലുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ 8 മണിക്കൂർ ജോലി, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ആദ്യമായിട്ട് ഇന്ത്യയിൽ നടപ്പാക്കിയത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ല, ടാറ്റ ഗ്രൂപ്പാണ്. ടാറ്റ ഗ്രൂപ്പ് നടപ്പാക്കിയ പല സാധനങ്ങളും പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്രയും വലിയ ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനായിരിക്കുമ്പോൾ പോലും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനം ഉള്ള ബിസിനസ്സുകാരൻ ആരെന്ന് ചോദിച്ചാൽ, പല ടാറ്റ ഗ്രൂപ്പുകളായിട്ട് പടർന്നു കിടക്കുന്ന തൻ്റെ അസറ്റുകൾ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്രയോ മുകേഷ് അംബാനിമാർക്കും എത്രയോ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഉടമകൾക്കും മുകളിൽ നിൽക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷെ ഒരിക്കലും ഒരു വലിയ സമ്പത്തുള്ള ബിസിനസ് ടൈക്കൂൺ എന്നറിയപ്പെടാനല്ല അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹം ആഗ്രഹിച്ചത് ഒരു പീപ്പിൾസ് മാൻ, ഒരു സാധാരണ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ രാജ്യത്തെ അത്രയധികം സ്നേഹിച്ച ഒരു പാഴ്സി കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയൊരു ദുഃഖമുണ്ട്. കോർപ്പറേറ്റ് ഇന്ത്യക്ക് സാധാരണക്കാരായ ഉപ്പ് തൊട്ട്, ഇപ്പോൾ മനോജ് പറഞ്ഞ പോലെ ഉപ്പ് തൊട്ട് സോഫ്റ്റ്വെയർ മുതൽ വിമാനം വരെ ഉള്ള ഏറ്റവും വലിയൊരു ഗ്രൂപ്പ്, അത്രയധികം കമ്പനികൾ, ടാറ്റ ഗ്രൂപ്പിൻ്റെ എംബ്ലം ഇല്ലാത്ത ടാറ്റ ഗ്രൂപ്പ് കമ്പനികൾ തന്നെയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം താജിന്, വോൾട്ടാസിനൊന്നും അത് ടാറ്റയുടെ കമ്പനിയാണോ എന്ന് പോലും പലർക്കും അറിയില്ല. അപ്പോൾ അത്രയും വലിയൊരു സാമ്രാജ്യമാണ് ടാറ്റ ഗ്രൂപ്പ്. അതിൻ്റെ അധിപനായിരിക്കുമ്പോൾ പോലും ഇത്ര സിമ്പിളായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ ഭയങ്കരമായ വിഷമമുണ്ട്. അത് ഓരോ ഇന്ത്യക്കാരൻ്റെയും വിഷമമാണ്. ഞാൻ ആ ഗ്രൂപ്പിൽ വർക്ക് ചെയ്ത ശേഷം 15 വർഷങ്ങൾക്ക് ശേഷം ബോംബെയിൽ നിന്ന് ഞാൻ വിട പറയുന്ന സമയത്ത് ഞങ്ങൾ ടാറ്റ ഡോകോമോ ഡീലിൻ്റെ ഭാഗമായി വർക്ക് ചെയ്തവർക്കെല്ലാം ഇതിൽ രത്തൻ ടാറ്റയുടെ ഒപ്പ് പതിഞ്ഞ ഒരു ഇതാണ്. ഇതിപ്പോൾ നിധി പോലെ സൂക്ഷിക്കുകയാണ്. ഇതെന്താണ് സംഭവം? ഞങ്ങൾ ഈ ഡോകോമോ എന്ന് പറയുന്ന ജപ്പാൻ കമ്പനി ഇന്ത്യയിൽ ടാറ്റ ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം അതിന് പുറകിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് ആ ഒരു ഡീലിൽ ക്ലോസ് ചെയ്ത സമയത്ത്, ആ ഡീൽ ക്ലോസ് ചെയ്ത് ഡോകോമോ എന്ന് പറയുന്ന ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അതിന് പുറകിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കെല്ലാം ശ്രീ ടാറ്റ ഒപ്പിട്ട് ഒരു ലെറ്റർ നൽകിയിട്ടുണ്ടായി. ആ ലെറ്ററിൻ്റെ ഇന്നും ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു ലെറ്ററാണ്. എൻ്റെ കോർപ്പറേറ്റ് ലൈഫിലെ ഏറ്റവും വലിയ നിധി തന്നെയാണ് ഈ ലെറ്റർ എന്ന് പറയുന്നത്. ടാറ്റ ഗ്രൂപ്പുമായുള്ള അല്ലെങ്കിൽ ഇത്തരം കമ്പനികളുമായുള്ള ആ ബന്ധം, അല്ലെങ്കിൽ രത്തൻ ടാറ്റയുമായി നേരിട്ട് ഇടപഴകാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസം, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്തൊക്കെയാണ്? ഒന്ന്, കോർപ്പറേറ്റ് ലൈഫിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഒരു ബിസിനസ്സിനകത്ത് വേണ്ട എത്തിക്സ് എന്താണ് എന്നുള്ളത്, എത്ര ഉന്നതിയിൽ നിൽക്കുമ്പോഴും അത്ര ഡൗൺ ടു എർത്തായി നിൽക്കാൻ പറ്റുന്നത്, അത്രയും ഉന്നതിയിൽ നിൽക്കുമ്പോൾ പോലും അത്രയും സിമ്പിളായി നിൽക്കാൻ പറ്റുന്നത് വളരെ വലിയൊരു കാര്യം. അതൊക്കെ നമ്മൾ കണ്ടുപഠിച്ചൊരു കാര്യമാണ്. അതുപോലെ ഒരു ബിസിനസ് മാഗ്നറ്റ് ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ വളരെ വൈഡറായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ മാക്രോ ലെവലിൽ ചിന്തിക്കുമ്പോഴും വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധ കൊടുക്കാനൊക്കെ പറ്റുന്നു എന്നുള്ളത്
വളരെ വലിയൊരു പാഠം പഠിച്ചെടുത്തതാണ്. അത് രത്തൻ ടാറ്റ അടക്കമുള്ള കോർപ്പറേറ്റ് രംഗത്തെ വളരെ പ്രസിദ്ധരായ പലരിൽ നിന്നും ഇൻട്രാക്ട് ചെയ്തതിലൂടെ പഠിച്ചെടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. ടാറ്റ ഗ്രൂപ്പിന് ഞാൻ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം. ടാറ്റ ഗ്രൂപ്പിനെ കുറിച്ച് ഞാനൊരു സീരീസ് ഓഫ് യൂട്യൂബ് ചെയ്യാൻ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ടാറ്റ ഗ്രൂപ്പിനല്ല, ഇന്ത്യൻ കോർപ്പറേറ്റ് സ്റ്റോറീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീരീസ് ചെയ്യേണ്ട പ്ലാനുണ്ട്. അതിലേറ്റവും തീർച്ചയായിട്ടും മുമ്പിൽ വരുന്നത് ടാറ്റ ഗ്രൂപ്പ് തന്നെയാണ്. പറഞ്ഞാൽ തീരാത്തത്ര കഥകളും പറഞ്ഞാൽ തീരാത്തത്ര ചരിത്രങ്ങളും ഒക്കെയുണ്ട്. ടാറ്റ ഗ്രൂപ്പിൻ്റെ ചരിത്രം തന്നെ സ്വാമി വിവേകാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട് കപ്പലിൽ നിന്ന് ജംഷഡ്ജി ടാറ്റ യൂറോപ്പിലേക്ക് പോകുന്ന വഴിക്ക്, മതസമ്മേളനത്തിന് വേണ്ടി സ്വാമി വിവേകാനന്ദൻ പോകുന്ന വഴിക്ക് കപ്പലിൽ നിന്ന് ജംഷഡ്ജി ടാറ്റ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെട്ടെടുത്തുന്നതാണ് ഇന്ന് കാണുന്ന ഇന്ത്യയിലെ വ്യവസായ സംരംഭങ്ങളിലേക്കെല്ലാം എത്തിപ്പെടുന്നത്. കാരണം സ്വാമി വിവേകാനന്ദൻ ജംഷഡ്ജി ടാറ്റയോട് പറഞ്ഞത്, ഒരു നാട്ടിൽ വ്യവസായം വളരണമെങ്കിൽ അവിടെ 2 സാധനങ്ങളാണ് ആവശ്യം. ഒന്ന്, അവിടെ ഇരുമ്പ് അല്ലെങ്കിൽ സ്റ്റീല് ഉണ്ടാവണം. അങ്ങനെയാണ് ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്ന കമ്പനി ഉണ്ടാവുന്നത് പിന്നീട്. അതുപോലെ സയൻസ് ഒരു രാജ്യത്ത് വളർന്നാൽ മാത്രമേ ആ രാജ്യത്തിന് വികസനം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്ന സ്ഥാപനം ബാംഗ്ലൂർ വരുന്നത്. അത് പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തെങ്കിൽ പോലും. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ ഈ ബിസിനസ് വളർച്ചയ്ക്ക് ഏറ്റവും അധികം സംഭാവന നൽകിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണ്. എങ്കിൽ പോലും അവരുടെ എത്തിക്സിൽ നിന്ന് ഒരു ലെവലേശം വ്യതിചലിക്കാതെ, ടാറ്റ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അവർക്ക് പല പ്രൊജക്റ്റുകളും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ളത് അവർ കൈക്കൂലി, രാഷ്ട്രീയക്കാരെ സംതൃപ്തിപ്പെടുത്തുക, ഇങ്ങനത്തെ ഒരു കാര്യത്തിനും നിൽക്കില്ല എന്നുള്ളത് വളരെ കമ്പനിയുടെ ലിഖിതമായിട്ടുള്ള ഒരു പോളിസിയാണ്. അതുകൊണ്ട് തന്നെ പല പ്രൊജക്റ്റുകളും പലപ്പോഴും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് തീർക്കേണ്ട ഒരു കാര്യം, കൈക്കൂലി കൊടുത്ത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യം കൈക്കൂലി കൊടുക്കാതെ നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും ആ നീണ്ടുപോകലിനെ ചെയ്തുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ സാധിച്ചെടുത്താൽ മതി എന്നുള്ള വളരെ ആ എത്തിക്സാണ് അവരുടെ ഏറ്റവും വലിയ ബിസിനസ്സിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സമയമെടുത്തിട്ടാണെങ്കിൽ പോലും ജനഹൃദയങ്ങളിൽ ഏറ്റവും അധികം കീഴടക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പ് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പം ജനങ്ങൾക്ക് ടാറ്റയുടെ ഒരു പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ യാതൊരു സംശയവും വരുന്നില്ല. വേറെ ഒരു ബ്രാൻഡിനും അത്രയും വലിയൊരു വാല്യൂ ഇല്ല. അത് ശ്രീ രത്തൻ ടാറ്റയുടെ ഒക്കെ ഒരു ടാറ്റയുടെ ഒരു ദത്തുപുത്രൻ്റെ മകൻ എന്നുള്ള രീതിയിലേക്ക് കൂടി രത്തൻ ടാറ്റയെ നമ്മൾ ഓർക്കുന്ന, അത് സാധാരണക്കാരുമായി ചേർന്ന് അദ്ദേഹം പോകുന്നു, സാധാരണക്കാരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ അവർക്ക് വേണ്ടി 1 ലക്ഷം രൂപയ്ക്ക് കാർ എന്നുള്ള രീതിയിലേക്ക്, അതായത് സാധാരണക്കാരും കാർ ഓടിച്ചു പോകണം ഇന്ത്യയിൽ എന്നുള്ളൊരു സ്വപ്നം വെച്ചുകൊണ്ടാണ് നാനോ എന്നുള്ളൊരു പദ്ധതിയൊക്കെ പ്രഖ്യാപിക്കുക. അപ്പോൾ സാധാരണക്കാരനെ കണ്ടുകൊണ്ട് മാത്രം മുന്നോട്ട് പോയ അത്തരത്തിലുള്ളൊരു ബിസിനസ് മാഗ്നറ്റിനെ നമുക്ക് കാണാൻ കഴിയുമോ? തീർച്ചയായിട്ടും കാണാൻ പറ്റും. ടാറ്റ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും അറിയാത്ത, നാനോയെ കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും സാധാരണക്കാരൻ്റെ കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു ഗ്രൂപ്പിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ 60% ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലോക ബിസിനസ് ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യതയില്ല. 9/11 ബോംബെയിൽ സംഭവിച്ച സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ തൊട്ടടുത്ത് ടാറ്റ ഓഫീസിൽ എൻ്റെ അടുത്തിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ കാലിന് ഈ പറയുന്ന കാലിന് വെടിയേറ്റിട്ടുണ്ടായിരുന്നു. അവനപ്പോഴും പിന്നീട് അതിനുശേഷം അംഗപരിമിതനായിട്ട് ഇപ്പോഴും ജീവിക്കുന്നത്. ആ പയ്യനടക്കം ആ താജ് ഹോട്ടലിൽ അന്നുണ്ടായിരുന്നവർ മാത്രമല്ല, 9/11 ആർക്കൊക്കെ അപകടം സംഭവിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അതിനുശേഷം എന്നും അവരുടെ വീട്ടിൽ ഒരു നിശ്ചിത വരുമാനം എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയൊരു സംഭവം. ഒരു മലയാളി ജനറൽ മാനേജറായിരുന്നു അന്ന് താജ് ഹോട്ടലിൻ്റെ മെയിനായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വൈഫിനെ പോലും ചേർത്ത് നിർത്തി അത്രയധികം ജനങ്ങൾക്ക് വേണ്ടി കെയർ ചെയ്ത, ജനങ്ങളോട് അത്രയധികം ചാരിറ്റി ഹെൽപ്പ് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ്. അത് സാധാരണക്കാരനെ മനസ്സിലാക്കാനും സാധാരണക്കാരനേക്ക് ഇറങ്ങിച്ചെല്ലാനും സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുന്നതുകൊണ്ടാണ് ഉപ്പ് തൊട്ട് നാനോ മുതൽ TCS പോലെയുള്ള സോഫ്റ്റ്വെയർ കമ്പനികൾ മുതൽ ഇപ്പോൾ എയർ ഇന്ത്യ തിരിച്ച് ടാറ്റയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം പണ്ട് ടാറ്റ ഗ്രൂപ്പ് തുടങ്ങി മൊറാർജി ദേശായി JRD ടാറ്റ അറിയാതെ അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുത്ത് കൊണ്ടുപോയ ഒരു കമ്പനിയാണ് എയർ ഇന്ത്യ. അന്ന് അത്രയും സക്സസ്ഫുൾ ആയിരുന്ന ഒരു സംഭവം പിന്നീട് ഗവൺമെൻറ് ഏറ്റെടുത്ത് വളരെ പരാജയമായി, ഗവൺമെൻറ്റിന് നടത്താൻ പറ്റാതെ വീണ്ടും തിരിച്ച് ഒരു കാലത്തിൻ്റെ കാവ്യനീതി പോലെ തിരിച്ച് ടാറ്റ ഗ്രൂപ്പിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ അത്രയധികം ജനങ്ങളെ മനസ്സിലാക്കുന്ന, ബിസിനസ്സിനെ മനസ്സിലാക്കുന്ന, കൺസെപ്റ്റിനെ മനസ്സിലാക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഭയങ്കരമായ വിഷമമുണ്ട്, വേദനയുണ്ട്. എന്തായാലും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇത്തരത്തിൽ ഈ വിമാന സർവീസ് എയർ ഇന്ത്യയെ ടാറ്റ ഗ്രൂപ്പിലേക്ക് ചേരുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒറ്റ വാക്ക് തിരികെ സ്വാഗതം എന്നാണ്. മറ്റൊന്നും അദ്ദേഹം
അതേക്കുറിച്ച് പറഞ്ഞിരുന്നുണ്ട്. എന്തായാലും നമ്മുടെ നാടുമായി രത്തൻ ടാറ്റയുടെ ജീവിതം എത്രമാത്രം കണ്ണി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് KG ജയരാജ് നമ്മളോട് വിശദീകരിച്ചത്. അദ്ദേഹത്തെ പോലെ നിരവധി മലയാളികളുണ്ട്, ടാറ്റയുമായി ബന്ധപ്പെട്ട് ജീവിതം പടുത്തുയർത്തിയവർ, അത് കണ്ട് വളർന്നവർ, അതിനെ മറ്റ് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നവർ. എല്ലാവരും വലിയ സങ്കടത്തിലാണ്. രത്തൻ ടാറ്റയ്ക്ക് ആദരാഞ്ജലികളോടെ ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.